അപ്പോൾ ഇന്നൊരു നല്ലൊരു പടക്കുതിരനെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ തന്നെ പറയാം. 2016 വരുന്ന മോഡലാണ്, സീറോ റീപ്ലേസ്മെൻറ്റ്. അതായത് വണ്ടിയുടെ എല്ലാ A to Z കാര്യങ്ങളും ഒറിജിനലാണ് വരുന്നത്. അതായത് പ്രോപ്പർ കമ്പനി റെക്കോർഡുള്ള ഒരു കിടിലൻ പടക്കുതിരയാണ് ഇന്ന് നമ്മളൊപ്പം ഉള്ളത്. വൈറ്റ് കളറാണ്. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ഇട്ടായിരുന്നു 4x2 മാനുവൽ. അപ്പോൾ 2016 വരുന്ന ഒരു കിടിലൻ വണ്ടി, അതായത് ലാസ്റ്റത്തെ വണ്ടിയാണ് 2016 വരുന്നത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷന് കാര്യങ്ങളൊക്കെ വരുന്ന ലാസ്റ്റത്തെ 16 മോഡലാണ് വരുന്നത്. ഇത് 2060 മോഡലാണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ, 74,000 വിത്ത് സർവീസ് റെക്കോർഡ്. കിടിലൻ വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലൻ വണ്ടി. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ വണ്ടിയുടെ അതായത് ബോണറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒറിജിനലാണ്, 100% ഗ്യാരണ്ടി തരാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. നിങ്ങൾക്ക് ആ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണാം, കമ്പനിയിൽ നിന്ന് വന്ന അതേ സാധനം തന്നെ, അതായത് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ അതിൻ്റെ നിങ്ങൾ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്ക്, അത് കമ്പനിയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സെയിം ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ബോഡി ലൈൻസ് അതേപോലെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് വണ്ടി. നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന നല്ല ഒരു അടിപൊളി വണ്ടിയാണ് വരുന്നത്. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ്, അതേപോലെ തന്നെ ഒരു 90% ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡോറുകളും അതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇത് ഒറിജിനൽ ഡോറാണ് വരുന്നത്, അതായത് ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലെ ഡോർ ആയിക്കോട്ടെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ചെറിയ സ്പീഡാക്കുന്നുണ്ട്. ഇത് പാർട്ടിയുടെ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ പാർട്ടിയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇനി ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ബാക്ക് സൈഡിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒറിജിനൽ ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്ത് വരാനുള്ള വണ്ടിയാണ്. ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ബാക്കിലെ ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഒറിജിനലാണ് വരുന്നത്. ബ്രൈറ്റ് ലൈറ്റ് കാര്യങ്ങൾ അതായത് സൈസ് കാര്യങ്ങളൊന്നും ഡിഫറൻസോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കൂടെ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ അയച്ച് നോക്കിയതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് മൊത്തം ചെക്ക് ചെയ്ത ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് നല്ല ഇന്ത്യയിലൊക്കെ വളരെ മെയിൻറ്റെയിൻ ആൻഡ് നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇത് കുറച്ചും കൂടെ ഒരു വാഷും കൂടെ കഴിഞ്ഞ് ഒരു അടിപൊളി ലുക്കിലേക്ക് മാറും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റ് പൊടി കാര്യങ്ങളുണ്ട്, വാഷ് ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് വന്നതാണ്. അപ്പം ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഒരു ഗ്ലാസ്സിന് പോലും റീപ്ലേസ്മെൻ്റ് ഇല്ല, ഒരു ഗ്ലാസ്സിനോ ഒരു ഡോറിനോ റീപ്ലേസ്മെൻ്റ് ഇല്ല. 100% ജെനുവിനാണ്. ഇതിൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ 95% എബോവ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ ഭാഗത്തേക്ക് വരാം. അതായത് ഈ സൈഡിൽ നമുക്ക് നിൽക്കാനുള്ള സ്പേസ് ഇല്ല. നിങ്ങൾ ഇന്ത്യൻ ഭാഗത്ത് അപ്പുറത്തെ സൈഡിലേക്ക് കാണിക്കാം. ഈ സൈഡിലേക്ക് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മെയിൻറ്റെയിൻ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്ന വണ്ടിയാണ്. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണുള്ളത്. പിന്നെ എക്സ്ട്രാ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ നമുക്ക് സൈഡ് കാണാൻ വേണ്ടിയുള്ള ഇത് അഡീഷണൽ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വണ്ടിയുടെ ക്വാളിറ്റി കാണുമ്പം അതായത് വണ്ടിക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല, ഒരു റീപ്ലേസ്മെൻ്റ് അതായത് സീറോ റീപ്ലേസ്മെൻറ്റ്. നമുക്ക് ഇനി ഇന്ത്യയുടെ ഭാഗത്തേക്ക് പോവാം. ഇന്ത്യ ഭാഗത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്ത്, എന്ന് വെച്ചാൽ ജസ്റ്റ് പേപ്പർ അതേപോലെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അതായത് ഇന്ത്യയിലൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. അതായത് ഇതെല്ലാം വർക്കിംഗ് ആണ്. ഇലക്ട്രിക് സീറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത്. എല്ലാം ചെക്ക് ചെയ്താണ്, വർക്കിംഗ് ആണ്. നമുക്ക് 100% ജെനുവിൻ ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലൊക്കെ കാണുമ്പോൾ അതായത് കമ്പനിയിൽ നിന്ന് വന്ന അതേ ഇന്ത്യയിൽ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ. നമുക്കൊരു 100% കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതായത് റൂഫ് ആയിക്കോട്ടെ ഡൗൺ സൈഡ് ആയിക്കോട്ടെ എല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് വളരെ കണ്ടീഷനിൽ യൂസ് ചെയ്തേക്കുന്ന വെൽ മെയിൻറ്റെയിൻഡ് യൂസ് ചെയ്തേക്കുന്ന നല്ലൊരു പേഴ്സൻ്റെ വണ്ടിയാണ് വരുന്നത്. സിംഗിൾ റിവൺ കാറാണ് വരുന്നത്. അതായത് വണ്ടി വരുന്നത് സിംഗിൾ റിവൻ ആണ്, അതായത് സിംഗിൾ ഓണർ മാത്രമേ ഉള്ളൂ. എഞ്ചിൻ റൂം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എഞ്ചിൻ റൂമും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഞ്ചിൻ റൂമും കൂടെ കാണിച്ചു തരും. നമ്മൾ ഏത് വണ്ടി കാണിച്ചാലും എഞ്ചിൻ റൂമും കാര്യങ്ങൾ കാണിച്ചു തരും. പിന്നെ ചെറിയ സ്പീഡ് കൂടുന്നുണ്ട്, നമുക്ക് കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ. പിന്നെ ടൊയോട്ടയുടെ ലേബൽ കാര്യങ്ങൾ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ്, ഒറിജിനലാണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ബാറ്ററിയൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫ്രണ്ടിലെ പട്ടി കാര്യങ്ങൾ, ഫെൻഡർ കാര്യങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞാൽ ബോണറ്റ് കാര്യങ്ങൾ എല്ലാം ഒറിജിനലാണ് വരുന്നത്. കമ്പനി സ്റ്റോക്കിൽ തന്നെ വരുന്ന വണ്ടിയാണ്. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് വണ്ടി വരുന്നത്. ഇതാ ഓയിലൊക്കെ ന്യൂ ഓയിൽസാണ് കിടക്കുന്നത്. പിന്നെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല, വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ. അതായത് പട്ടിയുടെ പഞ്ചിങ്, സൈഡിലെ ഫെൻഡറുടെ കാര്യങ്ങൾ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്.
അപ്പോൾ ഇത് 2016 വരുന്ന മോഡലാണ്. 2016 അതായത് സിംഗിൾ ഓണറിലാണ്. വെറും 74,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രം ടയോട്ടയിൽ. അത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. 100% ഒറിജിനലാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. വെൽ മെയിൻറ്റെയിൻ ആയിട്ട് വെൽ നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. ഇൻഷുറോ കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിച്ചേക്കുന്ന, അതായത് 13,25,000 മാത്രമുള്ള ആസ്കിംഗ് പ്രൈസ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണെന്ന് വെച്ചാൽ ഫൈനൽ പ്രൈസ് ഏകദേശം ഫിക്സ്ഡ് ആണ്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പം ഒരു അടിപൊളി വണ്ടി, അതായത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരാത്തൊരു കിടിലം വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് 100% ജെന്യുവിൻ വെഹിക്കിളാണ്, നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ വേണ്ടവരെല്ലാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ലിങ്കിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരെ മാക്സിമം നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ നമുക്ക് ഒരു 100% ഗ്യാരണ്ടി, അതായത് 99% അല്ല 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള വരുന്ന വണ്ടികൾ മാത്രമേ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുള്ളൂ. അതേപോലത്തെ ഒരു അടിപൊളി വാഹനമാണ് ഇത്. അപ്പം ഇതേപോലത്തുള്ള പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അടിച്ചു. വണ്ടി അടിപൊളി വണ്ടിയാണ്. ക്യാമറ കാര്യങ്ങൾ എല്ലാം, അതായത് A to Z കാര്യങ്ങൾ വർക്കിംഗ് ആണ്. വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്ത ഒരു പാർട്ടിയുടെ വീട്ടിലുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ 2-3 റൗണ്ട് അടിച്ചു. തിരിച്ച് ഇപ്പോൾ പാർട്ടിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ഏത് വണ്ടി എടുത്താൽ 2-3 കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നതാണ്. അപ്പോൾ ഓടിച്ച് നോക്കിയാൽ വളരെ നീറ്റാണ്, വളരെ മെയിൻറ്റെയിൻ ആയിട്ട് നല്ലൊരു 100% നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു കിടിലൻ വണ്ടി. അതെ സാർ.